ഹലോ ഹലോ വെൽക്കം ടു തനു ടെക്സ് വേൾഡ്. ഇന്ന് ഞങ്ങളെ വേറൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവാ. എല്ലാവർക്കും ഉപ്പുമാവ് ഇഷ്ടല്ലേ? നിനക്ക് ഇഷ്ടമാണോ? വെറുതെ അവർക്ക് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. പക്ഷേ വേറൊരു വെറൈറ്റി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണേട്ട് ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഉപ്പുമാവ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ? പോവാട്ടാ. അതിന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. കാണിച്ചു തരാം. കാണിച്ചു കൊടുത്താലടാ. കാണിച്ചു തരാം. ഓക്കെ, ഹീറോ ഓഫ് ദ സ്റ്റോറി ബ്രെഡ്. കണ്ടാ, ബ്രെഡ് ഇങ്ങനെ പിച്ചി പിച്ചി ഇടണം. അതിന്റെ സൈഡിലത്തെ സാധനമൊക്കെ എടുത്തു കളഞ്ഞിട്ട് നടുക്കത്തെ സാധനം മാത്രം ഇങ്ങനെ പിച്ചി പിച്ചി എടുക്കണം. അത് കഴിഞ്ഞിട്ട് എവിടെ മുട്ട വേണം. 3 മുട്ട പൊട്ടിച്ചിട്ട് അതെടുക്കണം. പിന്നെ ഉള്ളത് എന്താ? പിന്നെ സവോള കൊത്തിയരിഞ്ഞുണ്ട്, മുളകുണ്ട്. ഒരു മുളകല്ലേ അമ്മേ? ഒരു മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി. ഇഷ്ടം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. കൈമാറ്റി തരും. അല്ല, ഉഴുന്ന്, കടുക്, വറ്റൽമുളക്, വേപ്പല. ഓക്കെ, ഈ സാധനം ഈ ഉഴുന്ന് വേണമെങ്കിൽ എടുക്കുക. കടുക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, വേണമെങ്കിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇനി നമുക്ക് പണിപ്പുരയിലേക്ക് പോവാം. തനിക്കുട്ടൻ പ്രിപ്പറേഷനിലാണ് ഗൈസ്. മിക്കവാറും അത് ആ മുട്ട അത് അടിച്ച് താഴെ കളയാനാണ് ചാൻസ് കൂടുതൽ. ഇത് കുരുത്തക്കേടിൻ്റെ കൂടാരമാണ്, പറഞ്ഞിട്ട് ഒരു അനുസരണവും ഇല്ല. ഈ മുട്ട നേരത്തെ തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ടാണ്. ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്ത് ഈ മുട്ട ഇതുപോലെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ അത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. റോസ്റ്റ് അല്ല, ഫ്രൈ. ഇതുപോലെ ചിക്കി പൊരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ചിക്കി പൊരിച്ചെടുക്കണേ. നമ്മളിവിടെ ഈ സാധനം ഉണ്ടാക്കണ നേരത്ത് പുറത്തു നല്ല കിടില മഴ പെയ്യുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടാ, ഒരു മിനിറ്റേ. കണ്ട, നല്ല കിടിലം മഴയാണ്. നേരത്തെ തനുക്കുട്ടൻ പറയണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ഇങ്ങനെ ഷവർ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഷൂ എന്ന് പറഞ്ഞിട്ട് വെള്ളം വരില്ലേ, അതുപോലെ മഴ പെയ്യുന്ന ആ ഷൂ എന്ന് പറഞ്ഞു വന്ന മഴയാണ് ഇപ്പൊ ഇവിടെ നിർത്താണ്ട് പെയ്തോണ്ടിരിക്കണത്. അത് തനുക്കുട്ടൻ നോക്കിക്കൊണ്ട് നിൽക്കണ. അയ്യോ, നമ്മുടെ ഉപ്പുമാവിന്റെ അവസ്ഥ എന്തായി നോക്കിയിട്ട് വരാം. അത് ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണേ. ഞങ്ങൾക്ക് ഇവിടെ എന്തിനും ഏതിനും മാമച്ചൻ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇവിടെ എന്തിനും ഇതിനും ഒരു ഉരുളിയുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഞങ്ങളുടെ സ്വന്തം ഉരുളി. ഞങ്ങൾ എന്തുണ്ടാക്കിയാലും ആ ഉരുളിയിൽ ഉണ്ടാക്കുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ആസ്ഥാന ഉരുളി. ഞങ്ങൾ എന്തുണ്ടാക്കിയാലും ഇതിലുണ്ടാക്കുള്ളൂ. യാതൊരു അഫ്കോഴ്സ് പായസത്തിന് വേറെ ഉരുളി ഉണ്ട്. അത് അവള് വെറുതെ ചുമ്മാ തള്ളിയതാണ്. അപ്പൊ നമ്മുടെ ഉരുളി ചൂടായിക്കൊണ്ടിരിക്കുവാണ്. ഇതിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യണ്ടേ? വെളിച്ചെണ്ണ ഒഴിക്കും. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടായി കഴിയുമ്പോ അമ്മ ഉഴുന്നു പരിപ്പിട്ടു. ഇപ്പൊ പൊട്ടു. കടുകിട്ടു. എണ്ണ ചൂടായിട്ടില്ല, അത് പൊട്ടിയില്ല. പറ്റിച്ച് ഗൈസ്, പറ്റിച്ച്. പക്ഷെ നമ്മൾ മോന്തയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി മോത്തിരിക്കും. സൂക്ഷിക്കണം. ഇപ്പോഴാണ് പിടിയിട്ടത്. ഇത് ഇട്ടതിനൊരു കാര്യമുണ്ട് കേട്ടാ. ഈ എണ്ണ ചൂടാണതിന് മുന്നേ ഉഴുന്നിടണേ. അത് കഴിഞ്ഞിട്ട് കടുകിടണം. എന്നിട്ട് അത് ചൂടായി വരുമ്പോ ഇതേപോലെ മൊരിഞ്ഞ് കിട്ടണം. അപ്പൊ കടുക് പൊട്ടുമ്പോ ഉഴുന്ന് വറന്ന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും, ഉഴുന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഞാനോർത്ത് വെറുതെ പറ്റിച്ചേരിക്കും. ഇനി അടുത്തത് കൊല്ലമുളകും വേപ്പിലയും ഇട്ടോളൂ. അത് പൊട്ടിക്കഴിയുമ്പോഴാട്ടാ. പൊട്ടണ. അടുത്തത് നമ്മൾ പറഞ്ഞു വെച്ച സവോള, മുളക്, ഇഞ്ചി അതൊക്കെ വേഗം ഇടണം. അപ്പൊ അതില് വലിയ കഥയൊന്നുമില്ല. ഇപ്പൊ അതൊക്കെ പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് എണ്ണ ചൂടാകുമ്പോ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. കത്രയുള്ളൂ. അതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ സാധാരണ നമ്മുടെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വഴറ്റില്ലേ, അതാണ് സംഭവം. അതേ തന്നെ സംഭവം. നോർമലി നമ്മൾ വഴറ്റിയെടുക്കുന്ന പോലെ വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോ ഉപ്പ് ചേർക്കണേ. ഇച്ചിരി തുള്ളി. അതെ, ബ്രെഡ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. ആ വഴറ്റിയ സാധനത്തിന്റെ ഉള്ളിട്ട് ബ്രെഡ് ഇടുക. അത് ഇതേപോലെ നല്ലോണം വഴറ്റിയെടുക്കുക. ഓക്കെ, അപ്പൊ ഈ സാധാരണ ചില ആൾക്കാർക്ക് റവ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. റവ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് അങ്ങോട്ട് ഇട്ടോണം. ഇപ്പൊ ഓൾറെഡി നമ്മൾ മുട്ടയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്, സവാളയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്.
ഇനി അടുത്തത് നമ്മൾ നമ്മുടെ മുട്ട ചിക്കിയിൽ ചേർക്കണം. അത് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവേ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. അമിതമായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഈ സാധനം കരിഞ്ഞു പോകും. ഇത് വേണമെങ്കിൽ നമുക്ക് താറാവിൻ്റെ മുട്ടയിലും ഉണ്ടാക്കിയെടുക്കട്ടെ. ഇതിപ്പോൾ കോഴിമുട്ടയാണേ. താറാവ് മുട്ടയാണ് കുറച്ചും കൂടെ സൂപ്പർ. താറാവ് മുട്ടയിൽ ഒരുപാട് വേണ്ടെന്നുള്ളവർക്ക് അത്ര എണ്ണ ഒഴിക്കണ്ട. ലേശം എണ്ണ വേണമെന്നുള്ള. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഉപ്പാവ് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കാണുമ്പോൾ മറ്റേ മുട്ട ചിക്കി പൊരിച്ച പോലെ ഉണ്ടെങ്കിലും സംഭവം വേറെ ലെവലാണ് ഗൈസ്. ഞാൻ പണ്ട് മറ്റേ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും സ്നാക്സ് ആയിട്ട് അമ്മ ഉണ്ടാക്കി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലോണം കഴിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു കുഞ്ഞു മധുരവും ഇച്ചിരി ഉപ്പൊക്കെ ആയിട്ട്. ആദ്യം ഇവിടെ ഒരാൾ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിച്ചേടാ. ആയല്ല. എങ്ങനെയുണ്ട്? തനിക്കൂട്ടൻ പറയണത് സംഭവം പൊളിയാണെന്നാണ്. നുണയണമെന്ന് അറിയാൻ പാടില്ല. ഞാനത് നോക്കിയിട്ട് പറയാം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം ശരി എന്നാൽ. ചാറ്റാ. ചാറ്റ് കൊടുത്തടാ. ആ അത് തന്നെ. ചാറ്റാ.